അമ്മച്ചീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് യാദൃച്ഛ്യമായി ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഏറ്റവും പോഷക സമർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണ് താൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പവും ചിക്കനും ഉണ്ടാക്കാനായിരുന്നു. അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് മറിഞ്ഞുപോയി. കോഴിക്കടയിൽ വിളിച്ചിട്ട് കോഴിയിട്ട് കിട്ടിയില്ല. കോഴിക്കട എടുത്തില്ല, അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു. ഫ്രിഡ്ജിലിരുന്ന കപ്പ അച്ചാർ, മീനച്ചാറാണ്. പിന്നെ ഞാൻ അത്തിക്കായും കൂന്തലും കൂടെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ടില്ല കേട്ടോ. പേര അതാണിത്. ഇത് വീട്ടിലുണ്ടായ അത്തിക്ക, വീട്ടിലുണ്ടായ പേരയ്ക്ക കുഞ്ഞു പേര, ഒരു 2 അടി പൊക്കം പോലും ഇല്ല. ഞാൻ വാങ്ങി വെച്ചാണ്. അന്ന് അതിലുണ്ടായിരുന്ന പേരയ്ക്കയാണ്. അത് വന്നിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നിന്ന് ഞാൻ തന്നെ പറിച്ച് വെച്ച് പഴിപ്പിച്ചാണ്. അപ്പം ഫ്രൂട്ട്സ് ഉണ്ട്. അതും നല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഈ അത്തിക്ക. അതിന് ഒത്തിരി ഗുണമുള്ളതാണ്. പേരയ്ക്കായി എല്ലാവർക്കും തിന്നാവുന്നതാണ് പേരയ്ക്ക. വീട്ടിലുണ്ടായത് തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇത് ഓട്സാണ് കേട്ടോ. ഇച്ചിരി പാല് ചേർത്താണ്. ഞാൻ സാധാരണ പാല് ചേർക്കുകയില്ല കേട്ടോ. കുറച്ച് പാല് ചേർത്തതാണ്. ഓട്സാണ്. പിന്നെ കപ്പയ്ക്ക് നല്ലപോലെ അതിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇതിനകത്ത് ഈ മുട്ടയൊക്കെ ചേർന്നതായതുകൊണ്ട് ഇതിലും പ്രോട്ടീനുണ്ട്. മീനകത്ത് പ്രോട്ടീനുണ്ട്. അങ്ങനെ പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അത്യാവശ്യം പാലുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്ന് 1 മണി വരെ ഇന്നൊന്നും കഴിക്കേണ്ടി വരത്തില്ല. വെള്ളം മാത്രം കുടിച്ചാൽ മതി കേട്ടോ. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ധാരാളം മതി കേട്ടോ. നമ്മൾ ഒരുപാട് ഭക്ഷണമായി രാവിലെ കഴിക്കുന്നു. ഇത് ശരിക്കും കഴിച്ചാൽ ഇത് മതി ധാരാളം. പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻ്റ് അടിക്കുക കേട്ടോ. കമൻ്റ് ചെയ്തേരെ. പിന്നെ അപ്പോഴേ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഇന്ന്. കാരണം ഇന്ന് മോൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ആളുണ്ട്. മറ്റേ ഞാൻ തന്നെ എടുക്കുക. ഞാൻ ചെന്നൈക്ക് അയക്കും. അവിടെ നിന്നാണ് ഇത് യൂട്യൂബിലിടുന്നത്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ പോഷകസമൃദ്ധമായിട്ടുള്ളത് കഴിക്കുക. നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, മറ്റൊന്നും ഉണ്ടാക്കുക. അതാണ് ഇതൊന്നും ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ചതേ അല്ല. അപ്പം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിങ്ങനെ ഇതിലേക്ക് തിരിഞ്ഞു. ഇന്നലെ വേറൊരു രസമുണ്ടായി. ഇന്നലെ രാത്രിയിലെ മാവ് മറിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു, ഈ കൂന്തൽ കൊണ്ടുണ്ടാക്കിയൊരു അതിൻ്റെ ഒരു ഉണ്ടാക്കിയത് ഞാൻ അയച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. 1 ഗ്ലാസ് ബിരിയാണി അരി ഇരിപ്പുണ്ട്, നെയ്യുമുണ്ട്, മറ്റു സാധനങ്ങളും ഉണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി സമയം 8 മണിയാകാനായി, അവൻ വരാനുമായി. എന്ത് ചെയ്യാം, ബിരിയാണി അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടു. 1 ഗ്ലാസ് അരി മതിയില്ല നമുക്ക്, വേറെ അരി ഇരിപ്പുണ്ട്, ഈ തരം ഇതേ ഉള്ളൂ. അപ്പോൾ ഇട്ടു. അത്യാവശ്യം ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഞാൻ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അപ്പം പെട്ടെന്ന് അതൊക്കെ എടുത്തു. അരി കുതിർന്നപ്പോൾ അതെടുത്തിട്ടു. ഈ റോസ്റ്റ് ചെയ്തിരുന്ന കൂന്തലോടെ ചേർത്ത് നല്ല ഉഗ്രനൊരു ബിരിയാണി. ഞാനത് ചിലവായില്ലെന്ന് വിചാരിച്ചു. മോനും വീണ്ടും കഴിച്ചു കേട്ടോ. നല്ല ബിരിയാണിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും പറ്റുമെങ്കിൽ. വേറെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മക്കളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ശരി, ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.